ഗ്രീൻ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലർക്കും അറിയേണ്ട ഒരു കാര്യം, ഓർക്കിഡ്സിൻ്റെ തൈകൾ എങ്ങനെയാണ് നമുക്ക് സ്വന്തമായി വീട്ടിൽ നിന്നും കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൽ നിന്നും കിട്ടുന്നത് എന്നാണ്. നമ്മുടെ പല പ്ലാന്റിലും ഇതുപോലുള്ള ഓർക്കിഡിൻ്റെ സ്റ്റെമ്മുകൾ നിൽക്കുന്നത് കാണാം. അതായത് കുറേ പൂക്കളൊക്കെ ഉണ്ടായി ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ചില തണ്ടുകൾ കാണാം. ഇത് മുമ്പ് പൂക്കളുണ്ടായതാണ്. പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷം ഇതുപോലെ യാതൊരു വളർച്ചയില്ലാതെ നിൽക്കുന്ന തണ്ടുകൾ കാണാം. ഈ തണ്ടുകളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ട് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അതേ ഓർക്കിഡിൻ്റെ ചട്ടിയിലൊക്കെ ഞാനിങ്ങനെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ്, ഒരുപക്ഷെ 1 മാസം കഴിഞ്ഞില്ല 2 മാസം കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇതുപോലുള്ള ചെറിയ ഓർക്കിഡിൻ്റെ തൈകൾ തനിയെ മുളച്ച് വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിന് പറയുന്നത് ഓർക്കിഡ് കിക്കീസ് എന്നാണ്. ഓർക്കിഡിൻ്റെ തൈകൾക്ക് പറയുന്നത് ഓർക്കിഡ് കിക്കീസ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് മറ്റ് യാതൊരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ഇതുപോലെ മുറിച്ച് മാറ്റിയ തണ്ടുകൾ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ചട്ടിയിലിട്ട് വെച്ചതാണ്. ആ പീസിൽ നിന്നിട്ട് ഇതുപോലുള്ള ഓർക്കിഡ്സിൻ്റെ കിക്കീസ് ഇങ്ങനെ ഉണ്ടായി വരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ മദർ പ്ലാന്റിൽ നിന്ന് നമ്മുടെ തണ്ട് മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ മദർ പ്ലാന്റിൽ മുറിച്ചെടുത്ത ഭാഗത്തും അതുപോലെ തന്നെ ഈ മുറിച്ച് മാറ്റിയ പീസിൻ്റെ ഭാഗത്തും ഏതെങ്കിലും രീതിയിലുള്ള ഫംഗിസൈഡ്, സാഫ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ 2-3 ബ്രാൻഡിലുള്ള ഫംഗിസൈഡ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, ഇത് നനയ്ക്കുമ്പോഴും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴൊക്കെ ഈ ഒരു ഓർക്കിഡിൻ്റെ കിക്കീസിനും ഓർക്കിഡിൻ്റെ തൈകൾക്കും ഇത് കിട്ടാറുണ്ട്. ഇതൊക്കെ അതുപോലെ മുറിച്ച് വെച്ചിട്ട് ചെറിയ പീസിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന അതേ ചട്ടിയിൽ തന്നെ വേണമെങ്കിൽ നമുക്കത് ഇട്ട് വെക്കാം. അപ്പോൾ അതേ വെറൈറ്റിയുള്ള ഓർക്കിഡിൻ്റെ തൈകളാണെന്നുള്ളതും നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കൂടിയാണ്. ആ ചട്ടിയിൽ നിന്നും അല്പം ഇത് വലുതായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചട്ടിയിലേക്ക് നമുക്ക് ഈ കിക്കീസ് മാറ്റി നടാൻ പറ്റും. ഇതുപോലുള്ള ചെറിയ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ട് പിന്നെ അത് വലുതാകുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വലിയ വലിയ പോട്ടിലേക്ക് മാറ്റി റീപ്ലാന്റ് ചെയ്യാനും പറ്റും. ഈ സ്റ്റെംസ് മുറിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മദർ പ്ലാന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള തണ്ടുകളൊക്കെ മുറിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ തൊട്ടടുത്ത ഓർക്കിഡിൻ്റെ ചട്ടിയിലൊക്കെ ഇട്ട് വെച്ചാൽ, എല്ലാ തണ്ടിലും ഇതുപോലെ കിക്കീസ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ പല തണ്ടിൽ നിന്നും ചെറിയ ചെറിയ ഓർക്കിഡ് പ്ലാന്റുകൾ നമുക്ക് കിട്ടാറുണ്ട്.
മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മൾ ഈ ഇനാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു ഗ്രോത്തും ഇല്ലാതെ ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുന്ന ഈ തണ്ടുകൾ മുറിച്ചെടുക്കുന്നതോട് കൂടി തന്നെ ഈ മദർ പ്ലാന്റിൽ നിന്നും കൂടുതൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ കൂടുതൽ അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉൽപ്പാദിക്കപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. പ്രയോജനമില്ലാതെ നിൽക്കുന്ന ഈ തണ്ടുകൾ മുറിച്ച് മാറ്റുന്നതോടുകൂടി ഓർക്കിഡിൽ നിന്നും പുതിയ പുതിയ ശിഖരങ്ങൾ മുളച്ചു വരുന്നതായും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പീസുകളിൽ നിന്നുണ്ടായ തൈകളാണ്. അപ്പോൾ 1-2 ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള ശിഖരങ്ങളുണ്ടെങ്കിൽ മുറിച്ചിട്ട് ഇതുപോലുള്ളൊരു പരീക്ഷണം നടത്തി നോക്കിയാൽ കൂടുതൽ പ്ലാന്റ് നമുക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നു. താങ്ക് യു.